ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോവുകയാണ്. അനർഹരായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ഒരുപാട് പേരെ കണ്ടെത്തി അവരൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷനൊക്കെ വരാനിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ നടപടി കൂട്ടാൻ വേണ്ടി പോകുന്നു. 1600 ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 1800-2000 എത്തിക്കാം. 2000 എത്തിയില്ലെങ്കിൽ ഒരു 1750-700 ആ ഒരു രീതിയിലേക്ക് 2025 ജനുവരി 1 മുതൽ ആരംഭിക്കുമായിരിക്കും. നമുക്കറിയാം ഡിസംബർ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. കാരണം നമുക്ക് അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് നവംബർ 6 കേരളപ്പിറവി ദിനത്തിൽ 4 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയാണെങ്കിൽ പോലും മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മുടങ്ങാതെ പെൻഷൻ നൽകുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം ഒരു 25 ക്ഷേമ പെൻഷൻ 15 ക്ഷേമ പെൻഷൻ നടപടി തുടങ്ങി. ഒരു 25 തുക നമ്മുടെ അക്കൗണ്ടിലെത്തും. ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻ ദിനത്തിന് മുമ്പാകെ ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് 2 ദിവസം കഴിഞ്ഞ് കൈകളിലും തുക എത്തിച്ചേരും. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക ആനുകൂല്യം കിട്ടും. പിന്നെ നമുക്കറിയാം ഒരുപാട് അർഹതയില്ലാത്തവർ ക്ഷേമം വാങ്ങുന്നുണ്ട്. സർക്കാരും ജനങ്ങളെ ഒരുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ പിടിച്ച് പിണറായി സർക്കാർ മാതൃകയാവുകയാണ്. കാരണം ഒരുപാട് പേരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യത. 60-50 ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങുന്ന സർക്കാർ അധ്യാപകർ തുടങ്ങി ഡെപ്യൂട്ടി കമ്മീഷൻ വരെ ഉള്ള ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് വിവരം കിട്ടി. നമുക്കറിയാം ഇനി നമുക്ക് 6400 രൂപ ക്ഷേമ പെൻഷൻ നൽകാനുണ്ട്. ഈ ഓണത്തിന് ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു. പിന്നെ ഇപ്പം അടുത്ത ഗഡു ക്രിസ്മസിന് 3200 വിതരണം ചെയ്യും. ഇനി 3 മാസത്തെ ഗഡുക്കളുണ്ട്. അത് അടുത്ത വർഷമാണ് വിതരണം ചെയ്യുന്നത്. ഇതുപോലത്തെ ക്ഷേമ പെൻഷൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് വീഡിയോ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. എന്നെ ഇത്ര വളർത്തി വലുതാക്കിയതിന് ഒരുപാട് നന്ദി.